ഇങ്ങനെയൊരു കാലത്ത് നന്മ എന്നത് കേവലം ഒരു വാക്കായി അവശേഷിക്കാൻ പാടില്ല. അതൊരു ജീവിതാശയമായി തന്നെ മാറ്റാൻ നമുക്ക് കഴിയണം. പരസ്പരം കരുതലും സ്നേഹവും പങ്കുവെക്കുന്ന വിവേചനങ്ങളില്ലാത്ത ഒരു ലോകമാണ് വരും തലമുറക്കായി നാം നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് വെക്കുന്നത്. ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ വർഗീയതയുടെ കനലെരിയുമ്പോഴും കേരളം ഒരു ശാന്തി തീരമായി നിലകൊള്ളുകയാണ്. നമ്മൾ പുലർത്തിവരുന്ന വീഴ്ചയില്ലാത്ത മതനിരപേക്ഷ നിലപാടുകളാണ് ഇതിന് കാരണം. കേരളത്തിൽ വർഗീയ ശക്തികളില്ലാത്തതുകൊണ്ടല്ല, നാം ശാന്തമായ ജീവിതം നയിക്കാൻ കഴിയുന്നൊരു സമൂഹമായി നിലകൊള്ളുന്നു. പറയത്തക്ക വർഗീയ സംഘർഷങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ നമ്മുടെ സംസ്ഥാനത്ത് കാണാനില്ല. ഇത് നമ്മുടെ ഒരു പ്രത്യേകതയായി, രാജ്യത്ത് തന്നെ ഒരു വലിയ തുരുത്തായി, മതനിരപേക്ഷതയുടെ ശക്തികേന്ദ്രമായി കേരളത്തിന് നിലനിൽക്കാൻ കഴിഞ്ഞതിന്റെ ഭാഗമാണ്. പക്ഷേ നമ്മൾ ഓർക്കണം, എങ്ങനെയാണ് ഇത്തരമൊരവസ്ഥ വന്നത് എന്നത്. ഇവിടെ പ്പെട്ട് ചില കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നത് സാങ്കത്യമുള്ളതാണെന്ന് കരുതുകയാണ്. നമ്മുടെ കേരളത്തിലും വർഗീയ പ്രശ്നങ്ങളുണ്ടായിട്ടില്ലേ? വർഗീയ കലാപങ്ങളുണ്ടായിട്ടില്ലേ? ഞാൻ ആദ്യം MLA ആകുന്നത് 1970 കാലത്തായിരുന്നു. 1971 തലശ്ശേരി കലാപം നടന്നത്. ആ കലാപം വലിയ തോതിലുള്ള സംഘർഷാവസ്ഥ തലശ്ശേരിയിൽ സൃഷ്ടിക്കപ്പെട്ടു. ഒരുപാട് ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെട്ടു, കച്ചവട സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെട്ടു, വീടുകൾ ആക്രമിക്കപ്പെട്ടു, പലർക്കും സ്വത്തുവകകൾ നഷ്ടപ്പെട്ടു, പലർക്കും സ്വർണം നഷ്ടപ്പെട്ടു, പണം നഷ്ടപ്പെട്ടു. അങ്ങനെ പലതും നഷ്ടപ്പെട്ട ജനവിഭാഗങ്ങൾ. എന്നാൽ അവിടെ ഒരു ജീവൻ നഷ്ടപ്പെട്ടു. ആ ജീവൻ നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ അദ്ദേഹം എങ്ങനെയാണ് ജീവൻ നഷ്ടപ്പെടാനിടയായത്? അവിടെയുള്ള കലാപം ശമിപ്പിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ ആ കാലത്ത് സ്വീകരിച്ചൊരു സമീപനമുണ്ടായിരുന്നു. ആത്മാഹൂതി ചെയ്തു പോലും മതനിരപേക്ഷത സംരക്ഷിക്കുക എന്നതായിരുന്നു അന്ന് ഞങ്ങൾ നൽകിയ ആഹ്വാനം. എല്ലാ സ്ഥലങ്ങളിലും വളണ്ടിയർമാർ ആരാധനാലയങ്ങൾ സംരക്ഷിക്കാൻ വരെ അങ്ങനെ നിന്ന ഒരിടമായിരുന്നു മെരുവമ്പായി പള്ളി. ആ മെരുവമ്പായി പള്ളി ആക്രമിക്കാൻ അന്ന് ഈ കലാപത്തിന് നേതൃത്വം കൊടുക്കുന്ന വിഭാഗം എത്തി. അത് RSSന്റെ അറിയപ്പെടുന്നവരടക്കമായിരുന്നു. അപ്പോ അവിടെ നിൽക്കുന്ന വളണ്ടിയർമാരുടെ നേതാവ് UK കുഞ്ഞിരാമൻ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോകണം, ഈ പള്ളി ആക്രമിക്കാൻ പറ്റില്ല. പക്ഷെ അവർക്ക് ആക്രമിച്ചേ പറ്റൂ. അപ്പൊ ഇവർ പറഞ്ഞു, നിങ്ങൾക്ക് ആക്രമിക്കണമെങ്കിൽ ഞങ്ങളെ ശരീരത്തിലൂടെ വേണം അങ്ങോട്ട് കടക്കാൻ, ഇതിനിപ്പുറം കടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. തൽക്കാലം അവർക്കതിന് കഴിയില്ല എന്ന് വന്നു. അവർ തിരിച്ചുപോയി. പക്ഷേ ആ അമർഷം, ആ പക അതവർ തീർത്തു. ഈ രാത്രി മുഴുവൻ കാവൽ നിന്ന് പിറ്റേ ദിവസം പുലർച്ചെ UK കുഞ്ഞിരാമൻ
ഈ മെരുവമ്പായി പള്ളിയുടെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിൻ്റെ വീട് നിർവേലി ഭാഗത്താണ്, അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു ഭാഗത്ത് ഇവര് അദ്ദേഹത്തെ ആക്രമിച്ചു. അതിലാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നത്. ഇതുപോലുള്ള ഒട്ടനേകം സംഭവങ്ങൾ ഇവിടെ ചാലയിൽ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണല്ലോ. ആ കലാപത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. പട്ടാളത്തിനെ ഇറക്കേണ്ടി വന്നു ആ കാലത്ത് ആ കലാപം ശമിപ്പിക്കാൻ. നിരവധി കടകൾ, സ്ഥാപനങ്ങൾ ഒക്കെയാണ് ആ കാലത്ത് തീവച്ച് നശിപ്പിച്ചത്. പോലീസിന് വെടിവെക്കേണ്ടിയും വന്നു. ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു ആ കലാപത്തിൽ. ഇതെല്ലാം നമ്മുടെ നാടിൻ്റെ ഭാഗമായി ഉള്ള കാര്യങ്ങളാണ്. അതേപോലെ തന്നെ പള്ളിത്തോട്ടത്തിൽ അവിടെ വീടുകളും മത്സ്യബന്ധന ഉപകരണങ്ങളുമെല്ലാം വലിയ തോതിൽ നശിപ്പിക്കുന്ന അവസ്ഥയുണ്ടായി. പോലീസിന് വെടിവെക്കേണ്ടി വന്നു. ഒരു മരണവും അവിടെ സംഭവിച്ചു. ഏറ്റവും വലിയ തോതിലുള്ള ഒരു കലാപമാണ് മട്ടാഞ്ചേരിയിൽ ഒരു കാലത്ത് നടന്നത്. അവിടെ പോലീസിന് വെടിവെക്കേണ്ടി വന്നു. അവിടെ സ്ഥാപനങ്ങൾ കൊള്ളയടിക്കുന്ന അവസ്ഥയുണ്ടായി. ഒരാൾ നിലയും വന്നു. ഒട്ടനേകം പേർക്ക് പരിക്കേൽക്കുന്ന നിലയുണ്ടായി. പാലക്കാട് നിരവധി വീടുകളും വ്യാപാര സ്ഥാപനങ്ങളുമാണ് നശിപ്പിക്കപ്പെട്ടത്. പോലീസ് വെടിവെപ്പുണ്ടായി. പലരുടെയും ഇപ്പോഴും സിറാജ് ദീസ ഉണ്ടാവും. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന 11 വയസ്സുള്ള കുട്ടി അന്ന് വെടിയേറ്റ് മരണപ്പെട്ടു. ആ കലാപത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ഇവിടെ പൂന്തുറയിൽ വലിയ കലാപമുണ്ടായത് ആളുകൾ മറന്നിട്ടുണ്ടാവില്ല. പേരായിരുന്നു ആ കലാപത്തിൽ കൊല്ലപ്പെട്ടത്. നിരവധി വീടുകളും മൂന്ന് പേര് കൊല. ഒരു കലാപം വീണ്ടുമുണ്ടായി. പോലീസ് ജീപ്പ്, ഓട്ടോറിക്ഷ ഇവയെല്ലാം തീക്കൊടുക്കുന്ന അവസ്ഥയും വന്നു. അവിടെയും പോലീസ് വെടിവെക്കേണ്ടി വന്നു. ബേക്കൽ, കാസർഗോഡ്, മഞ്ചേശ്വരം എന്നീ സ്ഥലങ്ങളിൽ 8 ദിവസം നീണ്ട വർഗീയ സംഘർഷം. അതിൽ 7 വലിയ സംഘർഷങ്ങൾ. അതിന്റെ ഭാഗമായി 7 പേർ. ഇതിനു പുറമെ പോലീസ് വെടിവെപ്പ്, ഒരാൾ അതിലും കൊല്ലപ്പെടും. നമ്മുടെ നാട്ടിൽ വിവിധ ഘട്ടങ്ങളിൽ നടന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞതിന്റെ വർഷം വീണ്ടും സംഘർഷം. 4 പേർ കൊല്ലപ്പെടുന്നു. നിരവധി വാഹനങ്ങള്, വീടുകള്. ഇതിനെല്ലാം ശേഷമാണ് മാറാടെ 1ാം കലാപം നടക്കുന്നത്. മാറാട് 1ഉം 2ഉം കലാപങ്ങളുണ്ടായി. ആ 1ാം കലാപത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ അതിന്റെ ഭാഗമായി ഉണ്ടായി. അടുത്ത വർഷം, പിന്നീടൊരു 2 വർഷം പിന്നിടുമ്പോഴാണ് മാറാട് 2ാം കലാപം. ആ 2ാം കലാപത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു. മാരകമായ പരിക്ക്, അനേകം പേർക്ക് പരിക്ക്. അവിടെ തോതിൽ ആക്രമിക്കപ്പെട്ടു. 12 ഫൈബർ വള്ളങ്ങളും ഒരു ബോട്ടും തീവച്ച് നശിപ്പിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ കേരളത്തിൽ തന്നെ സംഭവിച്ചതായിരുന്നു. ഇവിടെ പൂവാറ് ഉണ്ടായപ്പോൾ നിരവധി പേർക്ക് പരിക്ക്. ഒട്ടേറെ വീടുകൾ
തീവച്ച് നശിപ്പിക്കുന്ന അവസ്ഥ. കാസർഗോഡ് വീണ്ടും കലാപത്തിൽ കൊല്ലപ്പെട്ടു. നിരവധി കടകളും വീടുകളും നശിപ്പിക്കുന്ന അവസ്ഥയുണ്ടായി. വലിയ തുറയിലുണ്ടായിരുന്ന വലിയ സംഘർഷം, വലിയ തുറയല്ല ചെറിയ തുറ, വലിയ സംഘർഷം, അവിടെ 6 പേരാണ് കൊല്ലപ്പെട്ടത്. പലതരത്തിലുള്ള വലിയ തോതിൽ അവിടെ നടക്കുകയുണ്ടായി. നിരവധി കടകള്, വാഹനങ്ങള് എല്ലാം നശിപ്പിക്കപ്പെട്ടു. വീണ്ടും കുറച്ചു വർഷം കഴിഞ്ഞപ്പോൾ കാസർഗോഡ് വീണ്ടും കലാപം, 2 പേർ കൊല്ലപ്പെട്ടു. നിരവധി കടകള്, വാഹനങ്ങള് എല്ലാം നശിപ്പിച്ചു. നമ്മുടെ ഇവിടെ തന്നെ പൂന്തുറയിൽ ഇടയാറ്, അവിടെ സംഘർഷമുണ്ടായി, പരിക്കേൽക്കുന്നവരെ വന്നു. നിരവധി വീടുകളും മറ്റും. ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ഞാനിതെല്ലാം പറഞ്ഞത് കേരളം എന്നത് ഒരു വർഗീയ സംഘർഷം ഒരു കാലത്തും ഇല്ലാതിരുന്നൊരു നാടല്ല. വിവിധ ഇപ്പോ വർഗീയ സംഘർഷം തീർത്തും മാറ്റി നിർത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട്? അതിന് ഉത്തരം കാണേണ്ടത് തന്നെയാണ്, ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ്. നേരത്തെ വർഗീയ സംഘർഷങ്ങളും കലാപങ്ങളും അതിന്റെ ഭാഗമായി ജീവനാശവും ഒരു പ്രദേശമാണെങ്കിലും അവിടങ്ങളിൽ എല്ലാം ശാന്തത നിലനിൽക്കുന്നു, ശാന്തിയും സമാധാനവും നിലനിൽക്കുന്നു. എന്തുകൊണ്ടാണത്? വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണം. ഒരു വർഗീയതയെയും പ്രീണിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കരുത്. എല്ലാ വർഗീയതയോടും കർക്കശമായ നിലപാട് സ്വീകരിക്കണം. വർഗീയ പ്രശ്നങ്ങളുടെ ഭാഗമായി എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങളുണ്ടായാൽ അവിടെ കർക്കശമായ ഇടപെടലുണ്ടാവണം. അങ്ങനെ മാത്രമേ വർഗീയത ശമിപ്പിക്കാൻ പറ്റൂ. എങ്കിലും ഒന്നിനോട് ചെറിയ തോതിൽ ചാരി നിന്നു എന്ന് വന്നാൽ അത് വർഗീയ സംഘർഷം ഒഴിവാക്കുന്നതിന് വഴിവെക്കില്ല, കൂടുതൽ സംഘർഷങ്ങളിലേക്ക് നീങ്ങുകയാണ് ചെയ്യുക. ഇത് നമ്മുടെ കേരളത്തിൽ കൃത്യമായി മതനിരപേക്ഷതയുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിൽ കേരളത്തിനാകെ അഭിമാനിക്കാം. ഈ കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി കേരളത്തിനകത്ത് ഒരു തരത്തിലുള്ള സംഘർഷവും നിലനിൽക്കുന്നില്ല. അത് ഇത്തരമൊരു സമീപനത്തിന്റെ ഭാഗമായാണ്. സമീപനം സ്വീകരിക്കുന്നവരോട് സ്വാഭാവികമായിട്ട് വിപ്രതിപത്തി ഉണ്ടാവും. അവർ വർഗീയ ശക്തികൾക്ക്, ആ വർഗീയ ശക്തികൾ അവരുടെ വിയോജിപ്പ് അവരുടേതായിട്ട് മാത്രമല്ല രേഖപ്പെടുത്തും, പലതരം വേഷത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കും. അതും നല്ലതുപോലെ നടക്കുന്നുണ്ടാവും. പക്ഷേ അതുകൊണ്ടൊന്നും വർഗീയതയ്ക്ക് അന്തിമ വിജയം നേടാനാവില്ല. എപ്പോഴും മതനിരപേക്ഷതയ്ക്ക് തന്നെയാണ് കൂടുതൽ കരുത്ത് നേടാനാവുക എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. നാം കാണേണ്ട ഒരു കാര്യം, നമ്മുടെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ ഭയാശങ്കയോടെയാണ് കഴിയുന്നത്. എന്നാൽ കേരളത്തിൽ അന്തസ്സോടെ ജീവിക്കാനുള്ള സാഹചര്യം നമ്മുടെ സംസ്ഥാനം ഉറപ്പാക്കിയിട്ടുണ്ട്. ന്യൂനപക്ഷമായി പോയി എന്നതുകൊണ്ട് മാത്രം ആശങ്കപ്പെടേണ്ടതില്ല. മറ്റ് സംസ്ഥാനങ്ങളിലുണ്ടാകുന്നത് പോലുള്ള ഒന്നിന്റെ പേരിലും വേവലാതിപ്പെടേണ്ട കാര്യമില്ല. വിവേചനത്തിന്റെയോ വിദ്വേഷത്തിന്റെയോ രാഷ്ട്രീയത്തിന്
കേരളത്തിന്റെ ഇടമുണ്ടാകില്ല എന്ന ഉറച്ച നിലപാടാണ് നാം ഇവിടെ സ്വീകരിക്കുന്നത്. അതിൻ്റെതായ പ്രത്യേകതകൾ കാണാൻ നമുക്ക് സാധിക്കും. ഇവിടെ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ വിവിധ തരത്തിൽ നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുണ്ടല്ലോ. അത്തരം പ്രശ്നങ്ങളിലും വലിയ തോതിൽ ഇല്ലേ, ഇവിടെ ചില കാലങ്ങളിൽ ചില അധികാര കേന്ദ്രങ്ങളുടെ പിന്തുണയുണ്ട് എന്ന ധാരണയിൽ നടന്നിട്ടുള്ള ആക്രമണങ്ങളില്ലേ, ഭാഗമായി ചില പ്രത്യേക വിഭാഗങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടില്ലേ, സംഘടനാപരമായ ഭിന്നതയുടെ പേരിൽ, ആശയപരമായ ഭിന്നതയുടെ പേരിൽ. അത് ഒരേ മതവിശ്വാസികളാകാം, അങ്ങനെയുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടില്ലേ? നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒട്ടേറെ അനുഭവങ്ങളില്ലേ? അത്തരം തർക്കങ്ങളുടെ, അത്തരത്തിലുള്ള സംഘർഷങ്ങളുടെ ഭാഗമായി ജീവൻ നഷ്ടപ്പെട്ട അനുഭവങ്ങളില്ലേ? താനൂരിലുണ്ടായിട്ടില്ലേ? പാണ്ടിക്കാട് ആമക്കാരുണ്ടായിട്ടില്ലേ? മഞ്ചേരി എളങ്കൂറിലുണ്ടായിട്ടില്ലേ? കേരളത്തെ ആകെ വല്ലാതെ വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നല്ലോ. സഹോദരങ്ങൾ ആക്രമിക്കപ്പെടുകയും അതിൽ 2 പേർ കൊല ചെയ്യും. ഏതെല്ലാം തരത്തിലുള്ള സംഘർഷങ്ങൾ! അധികാരത്തിലുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അന്നേരം പ്രശ്നമായിരുന്നില്ല. ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കാൻ ഞങ്ങൾ അന്ന് തയ്യാറായിരുന്നു, ഓരോ ഘട്ടത്തിലും. നിങ്ങളത് ഓർക്കുന്നുണ്ടാവും. എന്നാൽ കഴിഞ്ഞൊരു 10 വർഷക്കാലമായി ഇത്തരം അഭിപ്രായ ഭിന്നതകളാകെ തീർന്നു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഈ രീതിയിൽ സംഘർഷങ്ങളുണ്ടോ? വലിയ കുറവ് വന്നില്ലേ? എന്തുകൊണ്ടാണത്? ആരെയും, തെറ്റ് ചെയ്തവരെ ആരെയും സംരക്ഷിക്കില്ല എന്ന പൊതുവായ നിലപാട് വന്നു. അതാണ് പ്രത്യേകത. എന്തും ചെയ്യാം, ഞങ്ങൾ സംരക്ഷിക്കപ്പെടും എന്ന ബോധം ഇന്ന് ആർക്കും വെച്ചിരിക്കാൻ കഴിയില്ല. കാര്യങ്ങൾ കൃത്യതയോടെ നിർവഹിക്കപ്പെടും. പോലീസ് നടപടികൾ വരുമ്പോൾ നിഷ്പക്ഷമായി തന്നെ കാര്യങ്ങൾ നിർവഹിക്കുമെന്നത് ഉറപ്പുണ്ടാക്കുന്നു. ഭാഗമായി തന്നെ വലിയ തോതിലുള്ള ഇത്തരം സംഘർഷങ്ങൾ, ആക്രമണങ്ങൾ കുറഞ്ഞിരിക്കുന്നു. കൊലപാതകം എന്നത് തീരെ എടുത്തുപോയിരിക്കുന്നു. ഇതല്ലേ വസ്തുത? ഇതെല്ലാം നാടിന്റെ അനുഭവമല്ലേ? അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നത് നാം നമ്മോട് തന്നെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. കാരണം ഈ കാലത്ത് ഇത്തരം കാര്യങ്ങളെല്ലാം മറന്നുവെച്ച് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കാനാകുമോ എന്ന് ചില നിഗൂഢ ന്യൂനപക്ഷ സംരക്ഷണത്തിന്റെ കാര്യമായാലും വിദ്യാഭ്യാസ, സാമൂഹിക പുരോഗതിയുടെ കാര്യത്തിലായാലും വ്യക്തമായ ബദൽ കാഴ്ച മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നാം നീങ്ങുന്നത്, നമ്മുടെ സംസ്ഥാനം നീങ്ങുന്നത്.